السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഒരു വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ കലാമ് ചർച്ച ചെയ്യാനും ഇതിന്റെ ആശയങ്ങൾ പഠിക്കാനും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരലുകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായതും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഗുണപരവും അള്ളാഹുവിന്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതുമായി അള്ളാഹു സ്വീകരിക്കുമാറാവും. സൂറത്ത് ഫുസ്സിലത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അധ്യായം അവസാനിക്കുകയാണ്. 52 ആയത്ത് മുതൽ 51 വരെയുള്ള ആയത്തിലാണ് കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തുകളുടെ ഒരു രത്ന ചുരുക്കം മനുഷ്യരുടെ ചില സ്വഭാവങ്ങളെ കുറിച്ചാണ്. എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ധൃതി കാണിക്കുകയും നിരാശ ബാധിക്കുകയും, എന്നാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് ആയത്തുകൾ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അന്ത്യനാളിൽ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ആ പ്രാർത്ഥിച്ചവരിൽ നിന്നും ഒഴിവായി പോകുന്നതും അവർ പരസ്പരം എതിരായി കൊണ്ട് സംഭാഷണം നടത്തുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുകയാണെങ്കിൽ അവൻ തിരിഞ്ഞു കളഞ്ഞു പോവുകയും പ്രയാസങ്ങൾ ബാധിച്ചാൽ വിശാലമായി ഏറെ പ്രാർത്ഥനാനിരതനായി തീരുകയും ചെയ്യുന്നുവെന്നും നമ്മൾ പറഞ്ഞു. പ്രയാസങ്ങൾ മാത്രമല്ല, സന്തോഷവേളകളിലും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. നിന്റെ ഐശ്വര്യകാലത്തും സന്തോഷകാലത്തും നീ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നിന്റെ പ്രയാസ സമയത്ത് അള്ളാഹു നിന്നെ മനസ്സിലാക്കുമെന്നുള്ള, അള്ളാഹു നിന്നെ പരിഗണിക്കും എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ സത്യവിശ്വാസികൾ ഏത് സന്ദർഭങ്ങളിലും വിശ്വാസം പറഞ്ഞ പോലെ അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇന്ന അസാബത്തു സറാഉ ശക്കർ ഫഹുവ ഖൈറുൽ ലഹു വഇന്ന അസാബത്തു ളറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു. സന്തോഷം ബാധിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, അതും അവന് ഖൈറാണ്. പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമ കൈകൊള്ളും, അതും അവന് ഖൈറാണ്. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. അത് ആർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്? വിശ്വാസിയായ ഒരടിമക്ക് മാത്രമുള്ള പ്രത്യേകത. അതുകൊണ്ട് എല്ലാ അവസ്ഥകളിലും പണ്ഡിതന്മാര് പറയാറുണ്ട്, അൻവാനു സആദ, വിജയകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ 3 കാര്യമാണ്. ഒന്ന്, ഇദാ ഇബ്തുലിയ സബർ, പരീക്ഷണം ബാധിച്ചാൽ ക്ഷമ കൈക്കൊള്ളുക. വഇദാ ഉൻഇമ ശക്കർ, അനുഗ്രഹം ലഭിച്ചാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. വൈദാ അതിനവസ്ഥ
മനുഷ്യരാണ് തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യുക. ഈ 3 ഗുണങ്ങൾ നമുക്കുണ്ടോ, വിജയകരമായ സമാധാനമുള്ള ജീവിതം 2 ലോകത്തും അല്ലാഹു നമുക്ക് നൽകുമെന്നതാണ്. അനുഗ്രഹം ലഭിച്ചാൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക, അതിൽ അഹങ്കരിക്കാതിരിക്കുക, അതിന്റെ കടമകൾ നിറവേറ്റുക. പരീക്ഷണങ്ങൾ ബാധിക്കുമ്പോൾ ക്ഷമ കൈകൊള്ളുക, സഹനം കൈകൊള്ളുക, നിരാശരാവാതിരിക്കുക. തെറ്റുകൾ സംഭവിച്ചാൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആ 3 സ്വഭാവ ഗുണങ്ങൾ നിലനിർത്തുന്ന വിജയികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. 52-ാമത്തെ ആയത്ത് മുതലാണ് 52, 53, 54 ഈ 3 ആയത്തുകൾ കൂടി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫുസ്സിലത്ത് അവസാനിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق. أولم يكف بربك أنه على كل شيء شهيد. ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم إن كان من عند الله ثم كفرتم به. من أضل ممن هو في شقاق بعيد. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق. أولم يكف بربك أنه على كل شيء شهيد. ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. ഈ സൂറത്തിന്റെ അവസാനത്തെ 3 ആയത്തുകൾ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ പൊതുവെയുള്ള സ്വഭാവമാണ് വിശുദ്ധ ഖുർആനിന്റെ നൈതികതയെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ സത്യസന്ധതയെക്കുറിച്ചും
മൊത്തത്തിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഈ മൂന്ന് പ്രധാന പ്രമേയങ്ങളെ കുറിച്ചുള്ള ആവർത്തിച്ചുള്ള അധ്യാപനങ്ങൾ. കാരണം വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതിലൂടെയാണ്, വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുക എന്നുള്ളതിലൂടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സാധ്യമാകുന്നത്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ അവതരിച്ച മിക്ക സൂറത്തുകളിലും ഈ പ്രധാന മൂന്ന് പ്രമേയങ്ങളും ആവർത്തിക്കുന്നത് കാണും. ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി. അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനമായ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ആശയങ്ങൾ ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. എന്നാൽ ഒരിക്കലും മടുപ്പ് തോന്നാത്ത, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അത് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നു. അതുപോലെ അവരുടെ മനസ്സുകളും അവരുടെ ശരീരങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് സമാധാനം കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത ഖുർആനിലില്ല. എത്ര വിഷയങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും വിശുദ്ധ ഖുർആൻ ഒരിക്കലും ആവർത്തന വിരസത അനുഭവപ്പെടുക. കാരണം അതിന്റെ ശൈലി, അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകത. ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു വീണ്ടും നിഷേധികളോട് ചോദിക്കാൻ വേണ്ടി പറയും, ഖുൽ അറഅയ്തും, നബിയെ പറയുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവോ, ഇൻ കാന മിൻ ഇൻദില്ല, ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞാണത് ഖുർആനിന്റെ ഒരു സംവാദ ശൈലിയാണത്. ഈ കേൾക്കുന്ന ആളെ കൂടി പരിഗണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിലക്ക് പറയുന്നത് അല്ലെ, ഇൻ കാലമിൻ എന്തില്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഒരു സംശയവുമില്ല. പക്ഷെ നിഷേധികളായ ആളുകളോട് അവരുടെ ചിന്തയെ തൊട്ടുണർത്തുന്ന ചോദ്യമാണ്. ഈ ഖുർആനെ നിഷേധിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന, എല്ലാ തെളിവുകളും മുന്നിലെത്തിയിട്ടും നിഷേധികളായി മാറി നിൽക്കുന്ന ആളുകളോട് സൂറത്ത് ഫുസ്സിലത്തിന്റെ അവസാനത്തിൽ ഒരിക്കൽ കൂടി അല്ലാഹു നിർത്തുകയാണ്, ഖുൽ, നബിയെ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കാന മിൻ ഇൻദില്ല, ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ, സുമ്മ കഫർതും ബിഹി, എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിച്ചുവെങ്കിൽ, മൻ അളല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, മൻ അളല്ലു, ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ, മിമ്മൻ ഹുവ, ഒരാളെക്കാൾ, ഫീ ശിഖാഖിൻ ബഈദ്, അതിവിദൂരമായ കക്ഷി മാത്സര്യത്തിലുള്ളവനേക്കാൾ. തെളിവുകൾ ഓരോന്നും നിരത്തി, അല്ലെ, പ്രകൃതിപരമായ തെളിവുകൾ, പ്രാപഞ്ചികമായ തെളിവുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധത, ഖുർആനിലെ ആശയങ്ങളുടെ തെളിവുകൾ, ഹിദായത്തിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. എന്നിട്ടും പരിഹസിക്കുന്ന ആളുകളെ വിട്ടുകളയാൻ പറയുന്നുണ്ട്. സൂറത്ത് മുസ്ലിമിൽ നമ്മൾ പഠിച്ചു. നമ്മൾ അധികമായിട്ട് എന്ത് ചെയ്യണം, അവരെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. വിശ്വാസികള് അവരെ സമയം പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇത്തരം നിഷേധവും പരിഹാസവും മാത്രം കൈമുതലാക്കിയ ആളുകളെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല. എന്നിരുന്നാലും അവർക്ക് അവസാനമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം കൂടി അവിടെ പ്രതിപാദിക്കുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാറില്ല. ഖുർആൻ നഅൂദുബില്ല അള്ളാഹുവിന്റെ കലാം അല്ല എന്ന് അവർ പറഞ്ഞ പോലെ ഖുർആൻ പിൻപറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? നന്മകളല്ലാതെ എന്തെങ്കിലും അവർക്ക് നേടാനുണ്ടോ? ഖുർആൻ എന്തെങ്കിലും മനുഷ്യരുടെ വിജയത്തിനുള്ള, രണ്ട് ലോകത്തും അന്തസ്സും അഭിമാനവും ഇസ്സത്തും പ്രതാപമുള്ള ജീവിതത്തിലേക്കല്ലാതെ ഖുർആൻ ക്ഷണിക്കുന്നുണ്ടോ? അതിന്റെ ആശയങ്ങൾ അടിസ്ഥാനപരമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവരെല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അവന് പങ്കുകാരില്ല, അതിലാർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? നമസ്കാരം നിലനിർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനുണ്ടോ? ഈ ഖുർആൻ, ആ ഖുർആനുമായി വന്ന പ്രവാചകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യരാശിക്ക് നന്മയല്ലാതെ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ? ഒന്നുമില്ല, നന്മ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾ നിഷേധിച്ചാൽ, കക്ഷി മാത്സര്യം കൊണ്ട്
വിട്ടുപോയവനേക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവൻ, വഴികേടിലായവൻ മറ്റാരുണ്ട്? അതൊരു ലോജിക്കൽ ചിന്ത കൂടിയാണ്, അല്ലെ? ഒരു കവി പറഞ്ഞായിട്ട് കാണാം, കാലൽ മുനജ്ജിമു വത്വബീബു കിലാഹുമാ ലൻ തുഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി ഫൽ ഖസാറു അലൈകുമാ. ഗോളശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനും പറഞ്ഞു, മരിച്ചു പോയവരാരും പിന്നെ പുനർജീവിപ്പിക്കപ്പെടുകയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് നിൽക്കൂ. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മരണശേഷം മനുഷ്യർ ജീവിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ മനുഷ്യർ ജീവിപ്പിക്കപ്പെടും, പുനർജീവിപ്പിക്കപ്പെടും എന്ന് വിചാരിച്ച് അള്ളാഹനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നിങ്ങൾ നഷ്ടപ്പെടാനുണ്ടോ? അത് പരലോകം ഉണ്ടാവുകയില്ല എന്നത് ലോജിക്കലായിട്ട് ചിന്തിക്കണം. പരലോകം അത്യാവശ്യമാണെന്നുള്ളത് ലോജിക്കലി തന്നെ നിർബന്ധമാണ്. കാരണം ഈ ഭൂമിയിൽ നീതി ലഭ്യമല്ല എന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യം. ഭൂമിയിൽ പരമാവധി എല്ലാ നിലക്കും നീതി നടപ്പാക്കിയാലും ഏറ്റവും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ പറ്റുക 100 ആൾക്കൊന്ന ആളെ ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റുള്ളൂ. എത്ര അക്രമം ചെയ്ത ആളാണെങ്കിലും അവനെന്തെങ്കിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചിലപ്പോൾ നിയമത്തിന്റെ വഴികളിലൂടെ രക്ഷപ്പെടാൻ പറ്റും. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത ആളുകൾക്ക് ഒരു പക്ഷേ വളരെ മോശപ്പെട്ട പ്രതികരണമായിരിക്കും സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ടാവുക. എന്നാൽ എല്ലാ അക്രമവും, എല്ലാ കൊള്ളയും കൊള്ളിവെപ്പും നടത്തുന്ന ആളുകള് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഭൂമിയിൽ പൂർണ്ണമായ നീതി ലഭ്യമല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. അപ്പൊ നീതിയുടെ ലോകം ആവശ്യമാണെന്നുള്ളത് എല്ലാവരുടെയും നേട്ടമാണ്. അപ്പൊ പരലോകം നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കവി പറയുകയാണെന്ന്, ഗോളശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനും പറഞ്ഞു മനുഷ്യരാരും മരിച്ച ശേഷം പിന്നെ പുനർജീവിപ്പിക്കപ്പെടുക. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ഇനി എന്റെ വാക്കാണ് ശരിയാണെങ്കിലോ, അഥവാ മരണശേഷം ഒരു ജീവിതമുണ്ട്, എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും, ഈ ലോകം, പ്രപഞ്ചം, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ രണ്ടാമതുണ്ടാക്കാനുള്ള പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും, ഹിസാബും വിചാരണയും സിറാത്തും മീസാനും ഒക്കെ കടന്ന് സ്വർഗവും നന്മ ചെയ്ത ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലും മറുവിഭാഗം നരകത്തിലുമാകുന്ന ഒരു അവസ്ഥയാണെങ്കിലോ ഫൽ ഖസാറു അലൈകുമാ, നിങ്ങളല്ലേ ഏറ്റവും വലിയ നഷ്ടക്കാര്. കാരണം പരലോകത്ത് ഭയപ്പെട്ട ഒരു സത്യവിശ്വാസി ഇവിടെ ചെയ്തത് എന്താണ്? അക്രമം ചെയ്തിട്ടുണ്ടോ? അനീതി ചെയ്തിട്ടുണ്ടോ? അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ആരുടെയും കൊള്ള അടിച്ചിട്ടുണ്ടോ? അവൻ ചെയ്തൊക്കെ നന്മകളാണ്, ആളുകളെ സഹായിക്കുന്നവരാണ്, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവവും അക്രമവും ഉണ്ടാവാതെ നീതിയുടെയും നന്മയുടെയും കൂടെ നിലകൊണ്ടവരാണ്. എത്രത്തോളം ശത്രുക്കളോട് പോലും അനീതിയോ അതിക്രമമോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തെ അനുസരിച്ച് ജീവിച്ചവരാണ്. അവനെന്താ നഷ്ടപ്പെടാനുള്ളത്? ഈ ലോകത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിച്ച ആ മനുഷ്യന് ഇവരുടെ വാദം ശരിയാണ്, ഒരിക്കലും ശരിയല്ല. പരലോകമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി ഇവരുടെ വാദം അംഗീകരിച്ചാൽ പോലും സത്യവിശ്വാസികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ഇവർക്കൊന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്ന ആയത്താണ്, അല്ലെ? ഇൻകാന മിൻ ഇൻദില്ലാഹ് സുമ്മ കഫർതും ബിഹി. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാം ആയിരുന്നിട്ടും നിങ്ങൾ നിഷേധിച്ചാൽ ഫമൻ അദല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, അതിവിദൂരമായ കക്ഷി മാത്സര്യത്തിന് വേണ്ടി ഖുർആനിന്റെ പാത വിട്ടുപോയ ആളുകളെക്കാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ആ റബ്ബിന് മാത്രം ജീവിതം സമർപ്പിക്കണം, ആ റബ്ബ് അയച്ച പ്രവാചകനെ അനുസരിക്കണം, ആ പ്രവാചകൻ പഠിപ്പിച്ച നന്മകൾ എല്ലാത്തിലും നന്മകൾ മാത്രം പഠിപ്പിക്കുകയും തിന്മകൾ എന്ന് താക്കീത് ചെയ്ത് ഈ ഉമ്മത്തിനെ എല്ലാ ഹിദായത്തിന്റെ പാതയും കാണിച്ചത് അവിടുത്തെ അനുധാവനം ചെയ്യണം എന്ന് പറയുന്ന, അത് അംഗീകരിക്കാതെ
കക്ഷി മത്സരത്തിനു വേണ്ടി, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഗോത്രമഹിമയ്ക്ക് വേണ്ടി, വർഗീയമായ ചിന്തകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അറബികളിൽ നിന്നാണ് പ്രവാചകൻ വന്നത്, ഞങ്ങൾ ഇസ്രായേലിൽ നിന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്ന ആളുകൾ ആ നിലക്കുള്ള മത്സരത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുവാശകളിൽ വന്നു, ഒരു പണക്കാരനായ തായിഫിലെയോ മക്കയിലെയോ ഒരു ധനികനെ അയക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവര് ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ശിഫാത്തിനാണെങ്കിലും എന്ത് കക്ഷി മത്സരത്തിന് വേണ്ടിയാണെങ്കിലും അവർ ഏറ്റവും വലിയ വഴികേടിലാകുന്നു. എന്നാൽ ഏത് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിലും ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന് എണ്ണിയാലൊടുങ്ങാത്ത തെളിവുകൾ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, സനുരീഹിം നാം അവർക്ക് കാണിച്ചു കൊടുക്കും, ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖ് നാനാഭാഗങ്ങളിലും, ചക്രവാളങ്ങളിൽ. ആഫാഖിന് മണ്ഡലങ്ങൾ, ചക്രവാളങ്ങൾ, നാനാഭാഗങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാകുന്നതുവരെ, അന്നഹുൽ ഹഖ്, അത് സത്യം തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഖുർആൻ, ഈ ഇസ്ലാം അത് സത്യമാണെന്നിങ്ങനെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും അള്ളാഹു കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവലം യക്ഫി മതിയായതല്ലേ, ബിറബ്ബിക എന്റെ റബ്ബ് തന്നെ, അന്നഹു അവൻ, അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എല്ലാത്തിനും സാക്ഷിയാണ്, റബ്ബ് സാക്ഷിയാണെന്ന് തന്നെ മതിയായതല്ലേ. ഇതിനെ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഒന്ന്, നാനാഭാഗത്ത് നിന്നുള്ള തെളിവുകൾ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് നമുക്കറിയാം. ഇസ്ലാമിന്റെ ആരംഭം, പ്രത്യേകിച്ച് ഈ സൂറത്തിലൊക്കെ അവതരിക്കുന്ന മക്കാ കാലഘട്ടത്തിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഇസ്ലാം കടന്നു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു ന്യൂനപക്ഷമാണ്. എല്ലാ നിലക്കുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും പരീക്ഷണവും സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? മക്കയിൽ നിന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വന്നു, ഇസ്ലാമിക പ്രബോധനം വ്യാപിച്ചു. അവിടെയും സ്വൈര്യം കൊടുക്കാതെ ആക്രമിച്ചപ്പോൾ ബദറും ഉഹദും ഖന്ദഖും മറ്റ് യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നീട് ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിന്റെ സത്യസന്ധത മനസ്സിലായിക്കൊണ്ട് ശത്രുപക്ഷത്തുള്ള ആളുകൾ പോലും കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. ഫത്ഹ് മക്ക ഉണ്ടായി, മക്ക വിജയമുണ്ടായി. മക്കയും മദീനയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദേശവുമായി ഒരുപാട് നാടുകളിലേക്ക് സഹാബത്ത് യാത്ര ചെയ്തു. ഇസ്ലാമിന്റെ ആ സത്യസന്ധത നാനാഭാഗങ്ങളിൽ വ്യാപിച്ചു. അതാണ് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, അയൽ നാടുകളിലും അയൽ രാജ്യങ്ങളിലും ഒക്കെ ആ ഇസ്ലാമിന്റെ ഏകദൈവാരാധന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നവർ കൂട്ടമായി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ, ആ മഹാവിജയം വന്നെത്തിയാൽ, ജനങ്ങൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് നീ കണ്ടാൽ അള്ളാഹുവിന് ധാരാളമായി തസ്ബീഹ് ചൊല്ലുക, അള്ളാഹുവിന്റെ പാപമോചനം തേടുക. അവനെല്ലാം പൊറുക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വിജയമുണ്ടായി. അതുകൊണ്ട് ആ വിജയം തന്നെ ഇസ്ലാമിന്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ്. ഇന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ പിൻപറ്റപ്പെടുന്ന, ഫോളോ ചെയ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. കോടാനുകൂടി ആളുകൾ അവിടുന്ന് എങ്ങനെ ഭക്ഷണം കഴിച്ചു, അവിടുന്ന് എങ്ങനെ വസ്ത്രം ധരിച്ചു, അവിടുന്ന് എങ്ങനെ സംസാരിച്ചു, അവിടുന്ന് എങ്ങനെ കുടുംബജീവിതം നയിച്ചു, അവിടുന്ന് എങ്ങനെ നമസ്കരിച്ചു, അവിടുന്ന് എങ്ങനെ കച്ചവടം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിലപാടുകൾ എടുത്തു, എങ്ങനെ ആളുകളോട് ഇടപഴകി, എങ്ങനെ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇടപെട്ടു, എങ്ങനെ രാജ്യത്തിന്റെ വിഷയങ്ങൾ ഇടപെട്ടു, തെരഞ്ഞെടുപ്പിന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ശത്രുക്കളുമായുള്ള പോരാട്ടങ്ങൾ എങ്ങനെ നടത്തി, ഇസ്ലാമിന്റെ പ്രബോധന മേഖലയിലുള്ള നിലപാടുകൾ എന്തൊക്കെയായിരുന്നു. ഓരോ മേഖലയിലും ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നതുവരെ അവന്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യപരവും രാഷ്ട്രീയപരവും എല്ലാ മേഖലകളിലും
കൃത്യമായ മാതൃകയായിക്കൊണ്ട് വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ മാതൃകയുണ്ട്. അല്ലാഹുവിനെ സ്മരിക്കുന്ന, അന്ത്യനാൾ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ ഓർക്കുന്നവർക്ക് ഏറ്റവും നല്ല മാതൃക അല്ലാഹുവിന്റെ റസൂലിന്റെ പറയപ്പെട്ട ആ മാതൃകയായിക്കൊണ്ട് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഖുർആൻ അതുപോലെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക ചര്യയോടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പരമാവധി പോരായ്മകൾ ഉണ്ടെങ്കിലും പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഒരു വലിയ വിശ്വാസ സമൂഹം ഇന്നും ഈ ഭൂമിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവാണ്. അല്ലാത്ത എന്തൊക്കെ പ്രസ്ഥാനങ്ങളും എന്തൊക്കെ ചിന്താധാരകളും ചരിത്രത്തിൽ വന്നു, എന്തൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ, നൂതനമായ ആശയങ്ങൾ വന്നു. അത് ഒരു കാലത്തിന് അതിന് വളരെ ആവേശത്തോടുകൂടി പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ പോരായ്മകൾ മനസ്സിലായിക്കൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. പലതും നാമമാത്രയായി മാറി. പല പ്രസ്ഥാനങ്ങളും പല ആശയങ്ങളും അതിന്റെ പേര് മാത്രമേ ബാക്കിയുള്ളൂ. അന്ന് പറഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദിക്റിനെ, ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആ ഖുർആൻ അതുപോലെ നിലനിൽക്കുന്നു. ഒരുപാട് ആളുകൾ അത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പിൻപറ്റി ജീവിക്കുന്നു. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ആയത്തിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തിലുള്ള ആളുകൾക്ക് ആ വിജയങ്ങളായിരുന്നു അവരുടെ ദൃഷ്ടാന്തമെങ്കിൽ ഇന്ന് നമുക്കറിയാം ശാസ്ത്രത്തിന്റെ പുരോഗതിയോടുകൂടി മനുഷ്യർ ഒരുപാട് ശാസ്ത്രീയമായി പുരോഗമിച്ചപ്പോഴും ശാസ്ത്രീയ സത്യങ്ങൾ എന്നറിയപ്പെടുന്നത് ശാസ്ത്രീയമായ അനുമാനങ്ങളല്ല. സയന്റിഫിക് ഫാക്ട്സ് വേറെയാണ്, സയന്റിഫിക് ഹൈപ്പോത്തിസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്. അത് ശാസ്ത്രീയമായ അനുമാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ശാസ്ത്രീയമായ സത്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനൊന്നിനും ഖുർആനെതിരായി വന്നിട്ടില്ല. ഒരു കാലത്ത് സൂര്യൻ ചലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോർച്ച് അടിച്ചിട്ട് ഗ്ലോബ് തിരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിനാണ് പല ശാസ്ത്രജ്ഞന്മാരെയും തൂക്കിക്കൊന്നത്. ഗലീലിയോ പോലുള്ള ശാസ്ത്രജ്ഞന്മാരെ നമുക്കറിയാം. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ സൂര്യൻ അവിടെ നിൽക്കൂല, അതുകൊണ്ട് എന്റെ തടി കഴിച്ചിലാക്കാന്ന് പറഞ്ഞിട്ട് സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ചർച്ച് ഭീഷണിപ്പെടുത്തിയത് കാരണം വേറെ ചില ശാസ്ത്രജ്ഞന്മാർ യൂറോപ്പിൽ എന്താണോ ചർച്ച് പറയുന്നത് അതായിരുന്നു അന്നത്തെ ശാസ്ത്രബോധം. അന്നും ഖുർആൻ പറഞ്ഞു والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار كل في فلك يسبحون. അന്ന് അല്ലാഹു റസൂൽ ഓതിക്കൊണ്ട് സൂറത്ത് യാസീനിലെ ആയത്ത് ടോർച്ച് തിരിക്കാതെ വെച്ചപ്പോഴും ടോർച്ച് തിരിച്ചപ്പോഴും ഖുർആൻ പറഞ്ഞത് സൂര്യൻ ചലിക്കുന്നുണ്ട്, ചന്ദ്രൻ ചലിക്കുന്നുണ്ട്, ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ യസ്ബഹൂൻ, അതിങ്ങനെ ഒരു നീന്തുന്നത് പോലെയുള്ള ചലനമാണ് ഇതിന്റെ. വളരെ വൈകി കണ്ടുപിടിച്ച കാര്യങ്ങൾ പോലും അതിന്റെ ആ ഭ്രമണപഥത്തിലെ ചലനത്തിന്റെ ശൈലി പോലും ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെ. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ മനുഷ്യന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ, അതിന്റെ നുതുഫയായിട്ടും അലക്കയായിട്ടും മുതുകയായിട്ടും അങ്ങനെ ആ വിവിധ ഘട്ടങ്ങൾ, അതൊക്കെ വളരെ വൈകി ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങളാണ്. ഖുർആൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അന്നൊന്നും അതിൻ്റെതായ കൃത്യമായ ശാസ്ത്രബോധത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളല്ല. അത് അള്ളാഹിന്റെ കലാമായതുകൊണ്ടാണ്. മൗറിസ് ബുക്കായെ പോലെയുള്ള ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ അവർ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് ഇത്ര കൃത്യമായി കൊണ്ട് എങ്ങനെ മുമ്പ് ഖുർആൻ പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് മൗറിസ് ബുക്കായി ഖുർആൻ ആൻഡ് ബൈബിൾ ഇൻ ദ ലൈറ്റ് ഓഫ് മോഡേൺ സയൻസ് എന്നുള്ള ഗ്രന്ഥം എഴുതിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, തേനീച്ചയുടെ കൂടുണ്ടാക്കുന്ന രീതി, വാട്ടർ സൈക്കിള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
പ്രപഞ്ചത്തിൽ നമുക്ക് നാനാഭാഗങ്ങൾ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ കുദറത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പിന്നീട് മനുഷ്യൻ കണ്ടെത്തുമ്പോൾ, അതുപോലെ സമുദ്രത്തിന്റെ ആഴക്കടലിലുള്ള അന്ധകാരത്തെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ലാത്ത, ശാസ്ത്രം പലപ്പോഴായി മാറ്റി പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ അവിടെ പറഞ്ഞു കൊടുത്ത് നിൽക്കുകയാണ്. അതിലേക്ക് പിന്നെ ശാസ്ത്രം മടങ്ങുന്നതാണ് കാണുന്നത്. എന്നാൽ ചോദ്യങ്ങൾ വരാം. ഖുർആൻ ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ഖുർആൻ പറയുന്നില്ലല്ലോ. ഇല്ല, കാരണം ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമല്ല. ഖുർആൻ സയൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ഖുർആൻ പറയുന്ന നിർബന്ധമല്ല. ഖുർആൻ എന്തിനാണ്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കാനുള്ള കിതാബാണ്. അല്ലാതെ ശാസ്ത്രത്തിന്റെ ഓരോ വിശദീകരണങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങിയ ഗ്രന്ഥമല്ല ഖുർആൻ. അതുകൊണ്ട് ശാസ്ത്രത്തെ പറയുമ്പോഴേക്കും അത് ഖുർആൻ ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞത് ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് ഖുർആൻ എതിരായിട്ടില്ല. അതുപോലെ ഖുർആൻ പറഞ്ഞിടത്തേക്ക് ശാസ്ത്രം മടങ്ങിയ കാര്യങ്ങളാണ്. ഖുർആനിന്റെ ലക്ഷ്യം ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹനെ മാത്രം ആരാധിക്കണം. ആ റബ്ബിനെ മനസ്സിലാക്കാൻ നിങ്ങൾ പ്രപഞ്ചത്തിലെ ഈ ദൃഷ്ടാന്തങ്ങളും ഒരിക്കലും ഇങ്ങനെ സുബഹിക്ക് മുമ്പ് ബിലാൽ സുബഹി ബാങ്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പ്രവാചകനൊന്ന് കണ്ടിട്ടാണ് പോവുക. വിശ്വാസമോട് ഒന്ന് സമ്മതം വാങ്ങിയിട്ടാണ് പോവുക. അപ്പൊ വിശ്വാസം ഇതിങ്ങനെ കരയാണ്. എന്താ റസൂലെ കരയാൻ കാരണം? വിശ്വാസം പറഞ്ഞു, ഇന്നേക്ക് ഒരു ആയത്ത് അവതരിച്ചു, അത് ഓതിയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് നാശം. എന്താണ് ആയത്ത്? ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുള്ള ആളുകൾ. അത് നാവുകൊണ്ടുള്ള ദിക്ർ മാത്രമല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ദിക്റുകളാണ്. അതോടൊപ്പം മനസ്സുകൊണ്ടുള്ള തഫക്കുറും തദബ്ബുറും ദിക്റാണ്. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സത്യവിശ്വാസി ഒരിക്കലും പ്രപഞ്ചത്തിന്റെ സത്യങ്ങളിൽ നിന്നും ഒരിക്കലും അവൻ അശ്രദ്ധനല്ല. അല്ലെ, വിശ്വാസി പ്രസന്റ് മൈൻഡുള്ള ആളാണ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നോക്കുന്നവരാണ്. അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവരാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ആ ചിന്ത അവനെ കൊണ്ടെത്തിക്കുന്നത് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. വിശ്വാസികള് ഏത് ശാസ്ത്രീയ സത്യങ്ങൾ കാണുമ്പോഴും, ശാസ്ത്രത്തിന്റെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോഴും, ആ ശാസ്ത്രത്തിന്റെ പേരും ആ ഉപകരണത്തിന്റെ പേരും അത് വലുതാക്കി എഴുതിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല വിശ്വാസികൾ നിലക്കിടുക. അല്ലെ, നേരെ മറിച്ച് അതുണ്ടാക്കിയ സൃഷ്ടാവിനെ കുറിച്ചാണ്, ആ സൃഷ്ടാവിന്റെ കുദറത്തിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ഞങ്ങളുടെ റബ്ബേ, നീ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. വമാ ഖലഖന അസ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികളും അതിനിടയിലുള്ളതുമായി വലിയ പ്രപഞ്ചവും അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളും ഈ കുദറത്തുകളൊന്നും വെറുതെ കളിതമാശയായിട്ട് ഉണ്ടാക്കിയതല്ല. ഇതിനൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളും സത്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സത്യങ്ങളിൽ നിന്നോ ദൃഷ്ടാന്തങ്ങളിൽ നിന്നോ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കുന്നവരല്ല സത്യവിശ്വാസം. ഇസ്ലാമിന്റെ ഖിലാഫത്തില് വലിയ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടന്നത് നമ്മൾ ചരിത്രത്തെ ഒന്ന് പുറകോട്ട് പോയാൽ കാണാം. ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങൾക്ക് കീഴിലായിരുന്നു ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നത്. അത് ഗോളശാസ്ത്രമാണെങ്കിലും അതുപോലെ തന്നെ പ്രകൃതിപരമായ ശാസ്ത്രമാണെങ്കിലും ജീവശാസ്ത്രമാണെങ്കിലും സമുദ്രത്തിന്റെ പഠനങ്ങൾ നടന്ന സമുദ്രശാസ്ത്രമാണെങ്കിലും ഒരുപാട് ശാസ്ത്രമേഖലകൾ, അതിന്റെയൊക്കെ പഠനങ്ങൾ കൂടുതൽ നടന്നത് ആ കാലഘട്ടത്തിൽ. പിന്നീട് അത് വിവിധ ആളുകൾ വികസിപ്പിച്ചെടുത്തു എന്നുള്ള സത്യമാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആളുകളുടെ അവരെ ഡിപ്പെൻഡ് ചെയ്ത അവസ്ഥയിലേക്ക് പിന്നീട് വന്നു. ഇസ്ലാം ഒരിക്കലും അതിന് പുറംതിരിഞ്ഞു നിന്നിട്ടില്ല.
എന്നാൽ അതേസമയം അത് വെറും ഒരു ശാസ്ത്രം പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കായിട്ട് കാണുന്ന ആ രീതിയും ശരിയല്ല. കാരണം ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം പഠിപ്പിക്കാനാണ്. എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് വിജയത്തിലേക്കുള്ള പാത, എന്താണ് പരാജയത്തിന്റെ മാർഗം, എന്ത് ചെയ്താലാണ്, എന്ത് പ്രവർത്തിച്ചാലാണ് ഈ ലോകത്ത് സമാധാനപൂർവമായ ജീവിതവും പരലോകത്ത് മോക്ഷവും ലഭിക്കാൻ സാധിക്കുക, എന്തൊക്കെ ചെയ്താലാണ് എന്തൊക്കെ സംഭവിക്കുക, എന്തൊക്കെയാണ് അപകടങ്ങൾ, തിന്മയുടെ പ്രത്യാഘാതങ്ങൾ, അത് പഠിപ്പിക്കാൻ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അവരുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെ. നമ്മുടെ ശരീരത്തിന്റെ ഒരു കണ്ണ്, അള്ളാഹു നമുക്ക് നൽകിയ കണ്ണ് എന്നൊരു അനുഗ്രഹം മാത്രം എടുത്താൽ ഇന്ന് ലോകത്തെ ഏറ്റവും സങ്കീർണമായ ക്യാമറകൾക്ക്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പുകൾക്ക്, ലെൻസുകൾക്കൊക്കെയുള്ള അതിലെ സംവിധാനങ്ങൾ എത്രയോ സങ്കീർണമായ സംവിധാനമാണ് അള്ളാഹു ചെറിയൊരു കണ്ണ് എന്ന അവയവത്തിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും കിഡ്നി പ്രയാസമായിക്കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, രോഗികളുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശരിയാക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനുവേണ്ട സാമ്പത്തിക ചെലവുകൾ, അതിനെടുക്കുന്ന സമയം, ശരീരത്തിന് ബാധിക്കുന്ന ക്ഷീണം. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ കുറിച്ച്, രക്തം പമ്പ് ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച്, ശരീരത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ, ചെറിയ ഒരു കോശത്തെ കുറിച്ച്, ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പോലും അതിനുള്ളിൽ വലിയ ഫാക്ടറികളിലുള്ളത് പോലത്തെ സംവിധാനങ്ങളാണ്. AI-യുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി, സത്യത്തിൽ അത് സംവിധാനിച്ചത് മനുഷ്യൻ അള്ളാഹു നൽകിയ ചെറിയൊരു അറിവിന്റെ ഭാഗം മാത്രമാണ്. وعلمنا آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. മനുഷ്യരുടെ അഥവാ അള്ളാഹു മനുഷ്യന് കൊടുത്ത ബുദ്ധിയുടെയും അറിവിന്റെയും വ്യാപ്തിയെ കുറിച്ച് മലക്കുകളുടെ ലോകത്ത് അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നേരത്തിട്ട് അതിന്റെ പേര് ആദിനബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് മലക്കളോട് പറയാൻ പറയുന്നത് മലക്കൾ അവരുടെ ബലഹീനത പറഞ്ഞു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹുവേ നീ പഠിപ്പിച്ചല്ല ഞങ്ങൾക്ക് ഒരു ഇൽമുമില്ല. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ ഏറെ അറിവുള്ളവനും യുക്തിമാനുമാകും. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് കുറച്ച് ഇൽമേ തന്നിട്ടുള്ളൂ. പക്ഷെ ആ ഇൽമ നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പേരുകൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവിടെ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ സ്ഥാപിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന്, ഖലീഫയായിക്കൊണ്ട് പ്രതിനിധിയായിക്കൊണ്ട് ഇങ്ങോട്ട് അയക്കുമ്പോ നന്മ ചെയ്ത് ഉത്തമനാകാനും തിന്മ ചെയ്ത് അധമനാകാനും സാധിക്കുന്ന, ഭൂമിയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യന്റെ കഴിവിന്റെ വ്യാപ്തിയെ കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഖുർആൻ. അതിന് ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്നത്തെ AI വരുന്നതോടുകൂടി മനുഷ്യനൊരു പ്രസക്തി ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ. അത് ഈ പ്രൊഫഷണൽ രംഗത്താണെങ്കിലും IT രംഗത്താണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇത് സംവിധാനിക്കാനും അത് കൺട്രോൾ ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനൊക്കെ മനുഷ്യരുണ്ടായേ തീരും. അതല്ല, അതിൽ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതിന്റെ ഔട്ട്പുട്ട് മാത്രമേ തരുള്ളൂ. അവിടെ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യ അല്ലാതെ കഴിവുകളും ചിന്താശേഷിയും അതൊന്നും AI-യുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയതേ ഇല്ല. ഏറ്റവും വലിയ ബുദ്ധിമാനായ ആളുടെ തന്നെ ബ്രെയിനിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് AI വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് തെളിവുകൾ മനുഷ്യരുടെ സ്വന്തത്തിലേക്ക് നോക്കിയാലും എവിടേക്ക് നോക്കിയാലും അല്ലെ, ഒരു കവി പറഞ്ഞതുപോലെ فوا عجبا كيف يحصى الإله أم كيف يجحده الجاحد وفي كل شيء له آية تدل على أنه الواحد. എങ്ങനെയാണ് മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത്, എങ്ങനെയാണ് നിഷേധികൾ അല്ലാഹുവിനെ നിഷേധിക്കുന്നത്? എവിടേക്ക് നോക്കിയാലും അല്ലാഹു ഏകനാണെന്നുള്ളതിൽ തെളിവുകൾ ഉണ്ടല്ലോ. അപ്പൊ വിശ്വാസികൾക്ക് അതൊക്കെ റബ്ബിലേക്ക് എത്തിക്കുന്ന തെളിവുകളാണ്.
നിന്റെ റബ്ബ് എല്ലാത്തിലും സാക്ഷിയാണുള്ളത് തന്നെ മതിയായ കാര്യമല്ലേ. സൂറത്തുൽ ഫുസ്സിലത്തിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അറിയുക ഈ നിഷേധികൾ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയത്തിലാണ്. അലാ ഇന്നഹും തീർച്ചയായും അവർ ഫീ മിരിയത്തിൻ അവർ സംശയത്തിലാണ് മിൻ ലിഖാഇ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ. അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത് അറിയുക അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശാലമായും വലയം ചെയ്തിട്ടുള്ള അറിവുള്ളവനാകുന്നു. സത്യവിശ്വാസികളാകട്ടെ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് അതിൽ ഹുദയുണ്ട്. ഉടനെ പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാകും. യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വമാ റസഖനാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നമസ്കാരം നിലനിർത്തുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, പ്രവാചകനിലും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലും മുൻഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവർ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ആഖിറത്തിന്റെ കാര്യത്തിൽ അവർ യഖീനുള്ളവരാണ്. പ്രപഞ്ചത്തിലേക്ക് ചുറ്റും നോക്കുമ്പോൾ അതിലെ ഓരോ കുദ്റത്തുകളും അവരെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഒരു സംരക്ഷകനുണ്ട്, ഒരു നാഥനുണ്ട്. ആ നാഥൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ അവസാനം സംഭവിക്കാനും പിന്നീട് മനുഷ്യരുടെ പുനരുദ്ധാനവും പുനർജീവിതവും ഹിസാബും സ്വർഗവും നരകവും ഖുർആൻ അവരെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ഉറച്ച വിശ്വാസമുണ്ട്. നേരത്തെ പറഞ്ഞ വളരെ ചെറിയ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ എത്തിപ്പിടിച്ച ശാസ്ത്രീയമായ സത്യങ്ങളും അതിന്റെ പഠനങ്ങളും വെച്ച് പരിശോധിച്ചാൽ പോലും ഈ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു അബദ്ധമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ബുദ്ധിക്കോ ചിന്തക്കോ എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലകളെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് ഉറപ്പിച്ച ഒരു വിശ്വാസിക്ക് പിന്നെ അവിടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊരു കോമൺ സെൻസ് ആണല്ലേ, ഒരു ബേസിക് ലോജിക്കാണ്. കാരണം മനുഷ്യർ ചിന്തിക്കാൻ സാധിക്കുക ഒന്നുകിൽ സ്ഥലം അല്ലെങ്കിൽ സമയം, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ തന്നെ വളരെ ചെറിയ മേഖലയിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. നമുക്ക് തോന്നുകയാണ് നമ്മൾ എവിടെയോ എത്തിയത് അല്ലെ. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ലിമിറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം പ്രപഞ്ചത്തിന്റെ 3% പഠിച്ചെത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമിനെ അതിൽ ഉറച്ച വിശ്വാസം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ആ തൗഹീദിലുള്ള വിശ്വാസം, പ്രവാചകത്വത്തെ കുറിച്ചുള്ള റിസാലത്തിനെ കുറിച്ചുള്ള വിശ്വാസം മാത്രമല്ല, ഈ ലോകത്തിനൊരു അവസാനവും പിന്നീട് ഒരു പുനർജീവനവും ഒരു ജീവിതവും ഉണ്ട്, ആഖിറത്തുണ്ട്. ആ ആഖിറത്തിലുള്ള യഖീൻ, പ്രത്യേകിച്ച് സൂറത്ത് ഫുസ്സിലത്ത് പോലെയുള്ള ഈ സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ച ദൃഢവിശ്വാസം ഉണ്ടാകേണ്ട ആശയങ്ങളാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളും അതാണ്. അള്ളാഹുവിന്റെ ഏകത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും ഈ ജീവിതത്തിന് ശേഷം ഒരു പരലോക ജീവിതവും അതിവിടെ രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങളും അവിടേക്കുള്ള മോക്ഷം നേടാനുള്ള അധ്യാപനങ്ങളും അത് ഉൾക്കൊള്ളുക എന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തുൽ ഫുസ്സിലത്ത് അവസാനിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അതിന്റെ ആശയങ്ങൾ വളരെ കനപ്പെട്ട ആശയങ്ങൾ, അത് ഇവിടെ ഒരു മണിക്കൂർ അതിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ വലിയ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾക്കുമുണ്ട്. നമ്മള് സമയം കിട്ടുമ്പോൾ അതിനു വേണ്ടി നാം തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, അറിവിന്റെ വാതായനങ്ങൾ നമുക്കുണ്ട്. നമ്മളുടെ അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസ് നടക്കുന്നത്. അതിന്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ പാഠപുസ്തകമുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. നമ്മൾ പഠിച്ചു കഴിയുന്ന ഓരോ ആയത്തുകളും അതിനെ തദബ്ബുറോടുകൂടി അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അതോ മനസ്സുകൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ
മനസ്സിന്റെ പൂട്ടുകളെ തുറന്നുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ധാരാളമായി കൂടി ചിന്തിക്കാനും അതിനെക്കുറിച്ച് തദബ്ബുർ നടത്താനും നാം സമയം കണ്ടെത്തുക. അതിലൂടെ അള്ളാഹുവിനെ ജീവിതത്തിൽ സദാസമയം നിലനിർത്താനും പ്രകൃതിയിലുള്ള ദൃഷ്ടാന്തങ്ങളും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഗാഫിലീങ്ങളായിക്കൊണ്ട് അശ്രദ്ധരായിക്കൊണ്ട് ജീവിക്കാതെ അതിനെക്കുറിച്ച് തഫക്കുറും തദബ്ബുറും കുറ്റാലോചനയും ചിന്തയുമുള്ള വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ, അതിലൂടെ ജീവിതത്തിൽ വിജയം നേടാനും നാളെ പരലോകത്ത് സ്വർഗം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാം പഠിച്ചു കഴിഞ്ഞ സൂറത്ത് ഫുസ്സിലത്ത് അതിന്റെ ആശയങ്ങൾ ആവർത്തിച്ച് പഠിക്കാനും പ്രത്യേകിച്ച് ഇന്ന് നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും ഒക്കെ സ്വഭാവമുള്ള ആളുകൾക്കുള്ള വളരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങളും തെളിവുകളുമുള്ള സൂറത്താണ്. അത് ആശയം മനസ്സിലായിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹലുകാരായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം പഠിക്കുന്ന കാര്യങ്ങൾ അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഒന്നുകിൽ ഖുർആൻ നിനക്ക് അനുകൂല സാക്ഷിയാണ് അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ്. ഖുർആൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു ഏർപ്പെടുത്തുമാറാകട്ടെ. കാരണം ഒരു സൂറത്ത് നമ്മൾ പഠിച്ച് അവസാനിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തം കൂടുക. ഈ സൂറത്ത് ഫുസ്സിലത്ത് നമ്മളിവിടെ ആശയങ്ങൾ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കി പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്നുകൂടി കൂടിയില്ലേ? എന്താണ്? ഖുർആൻ ആ ഒരു സൂറത്ത് കൂടി നമ്മൾ പഠിച്ചു. പൂർണ്ണമായ രൂപത്തിൽ അല്ലെങ്കിലും ചെറിയ രൂപത്തിൽ എന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഞാനും നിങ്ങളും അത് എത്രത്തോളം അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടു, അതിന്റെ ആശയങ്ങൾ എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടു, നമ്മൾ പ്രാക്ടിക്കലായ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്ര കൊണ്ടുവന്നു, അതുപോലെ ജനങ്ങളോട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ വിശ്വാസങ്ങളുടെ ആ ഏൽപ്പിച്ച അമാനത്ത് നമ്മൾ എത്രത്തോളം നിറവേറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദഅവത്തിന് ഏറെ ബാധ്യതയുള്ള നമുക്ക് ഉത്തരവാദിത്തമുള്ള കാലഘട്ടമാണ്. നാം അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل القرآن حجة لنا لا علينا. اللهم اجعلنا من أهل القرآن الذين هم أهلك وخاصتك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وعملا يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم اطعم جائعهم واسق عطشهم. اللهم سدد رميهم. اللهم احمل حافيهم. اللهم تول امرهم. اللهم فرج هم المهمومين واكشف كرب المكروبين واقض الدين عن المدينين. اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. ربنا اغفر لنا ولوالدينا وارحمهما كما ربونا صغارا. صلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين. السلام عليكم ورحمه الله.